ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് ചോറ് ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി വടയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ബൗൾ അളവിൽ ഇതുപോലെ കുത്തിരി അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ടി പച്ചരിയുടെ ചോറോ ബാസ്മതി റൈസോ അതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. വെള്ളയരിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ചോറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. തലേദിവസം മിച്ചം വന്ന ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇച്ചിരി അരഞ്ഞ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. എനിക്കിങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒത്തിരി കൂടിപ്പോകരുത്, അല്ലെങ്കിൽ നമുക്ക് വട അതിൻ്റെ ഷേപ്പ് റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.25 സ്പൂൺ അളവിൽ റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്ത റവയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടിയോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയോ ചുവന്നുള്ളി ഉണ്ടല്ലോ അതോ ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അതോട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വടയുടെ മിക്സെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും ചേർക്കല് കേട്ടോ. നമ്മൾ അരച്ച ചോറിൻ്റെ അതിൽ വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ വട ശരിയാവത്തില്ല. അതുകൊണ്ടാണ് വെള്ളം ഒത്തിരി ഒഴിച്ച് കൊടുക്കലെന്ന് പറഞ്ഞത്. ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കയ്യിൽ ഇച്ചിരി വെള്ളമാക്കുകയാണെങ്കിൽ കയ്യിൽ അധികമായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ ഒന്നുകൂടെ വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് വടയുടെ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഇതിട്ടിട്ട് വറുത്ത് പോരാം. ഫ്ലെയിം ആദ്യം ലോയിലിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം നമ്മളെല്ലാ വടയും റെഡിയാക്കി ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി വടയാണ്. അപ്പോൾ ഇനി ചോറൊക്കെ മിച്ചം വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി ഒരു സൈഡെല്ലാം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് കളറൊക്കെ ഒരു ഗോൾഡൻ കളറിലോട്ടാകുന്നിടത്രയും സമയം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവുമേ. നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് ആക്കുന്നുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറഞ്ഞതല്ല. ഞാനൊരു ചട്നിയും കൂടി ഇതിൻ്റെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള വടകളെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല മുരിഞ്ഞ വടയാണ്, കാരണം നല്ല ക്രിസ്പിനെസ് ആണ് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.